അങ്ങനെ സാംസങ് അൺപാക്ക് 2024 ഇവന്റ് കഴിഞ്ഞിരിക്കുകയാണ്. പ്രതീക്ഷകൾക്കപ്പുറമായിരുന്നു ആ ഒരു ഇവന്റിന്റെ പൊന്നോ. S23 അൾട്ര തൊട്ട് ഇനി മുതൽ നിങ്ങൾക്ക് 7 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും 7 വർഷത്തെ OS അപ്ഡേറ്റുകളും ലഭിക്കും. ഏറ്റവും ആദ്യം ഗാലക്സി A മാറ്റാണ് അവർ തുടങ്ങിയത്. ആൻഡ് ഒരു ഹൈപ്പും ഇല്ലാതെ S24 അൾട്രയുടെ ആ ഒരു ഇമേജ് കാണിച്ചു. ബിക്കോസ് എല്ലാവരും കണ്ടതാണ്. ആൻഡ് ആസ് എക്സ്പെക്ടഡ് A ഉപയോഗിച്ച് കോൾ ചെയ്യുന്ന സമയത്ത് ലൈവായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടും. ഫോണിന്റെ ഒരറ്റത്തുള്ള ആള് ഒരു ഭാഷയിൽ സംസാരിക്കുന്നു, അതിനുശേഷം വെയിറ്റ് ചെയ്യുന്നു, അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മറ്റേ അറ്റത്ത് ആൾ കേൾക്കുന്നു, മറ്റേ അറ്റത്ത് ആളും അതേപോലെ സംസാരിക്കുന്നു, അത് ട്രാൻസ്ലേറ്റ് ആവുന്നു, ഇപ്പുറത്തെ ആൾക്ക് കേൾക്കുന്നു. ആൻഡ് മറ്റേ എൻഡിലുള്ള ആൾ ഏത് ഫോൺ ഉപയോഗിച്ചാലും കുഴപ്പമില്ല, പ്രോസസിംഗ് എല്ലാം നടക്കുന്നത് ഈ ഒരു S24 അൾട്രയുടെ ഉള്ളിലാണ്. ഇപ്പോഴത്തേക്ക് 13 ലാംഗ്വേജസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് പിന്നീട് കൂടുതൽ ലാംഗ്വേജസ് വരുമെന്നാണ് പറയുന്നത്. ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ഉണ്ട്. കോൾ ചെയ്യുമ്പോൾ മാത്രമല്ല, ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റ് ഭാഷയിലുള്ള ആളായിട്ട് സംസാരിക്കണമെങ്കിൽ നമ്മൾ ഫോണിൽ പ്രസ് ചെയ്ത് നമ്മുടെ ഭാഷ സംസാരിക്കുന്നു, അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മറ്റേ ആൾക്ക് ആ ഒരു ഫോണിൽ തന്നെ എഴുതി കാണിക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നു. ആ ഒരാൾ തിരിച്ച് സംസാരിക്കുന്നു, അത് നമ്മൾക്ക് നമ്മുടെ ഭാഷയിൽ കേൾക്കുന്നു. കൂടാതെ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുന്ന സമയത്ത് സാംസങ് കീബോർഡിനകത്ത് ലൈവായിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ലേഷൻ വെക്കാം. സോ നിങ്ങൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് മറ്റ് ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്തായിരിക്കും ടെക്സ്റ്റ് ആയിട്ട് സെൻഡ് ചെയ്യുന്നത്. ആൻഡ് ഗൂഗിൾ മെസ്സേജസിന്റെ ഉള്ളിൽ വേറെ ഭാഷയിൽ ആൾക്കാർ ടെക്സ്റ്റ് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ബട്ടന്റെ ടാപ്പ് വഴി ആ ഒരു മെസ്സേജും അടിയിൽ എന്താണ് എന്നുള്ളത് നിങ്ങളുടെ ഭാഷയിലും എഴുതി കാണിക്കും, ലൈവായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. കൂടാതെ നിങ്ങളൊരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് അയക്കുന്ന ആൾക്ക് എന്ത് മോഡിലാണ്, സോ ഫ്രണ്ട്സ് ആയിട്ടാണ് അയക്കുന്നതെങ്കിൽ ഒരു ചിൽ മോഡ്, ഒഫീഷ്യലായിട്ടാണ് അയക്കുന്നതെങ്കിൽ ഒരു ഒഫീഷ്യൽ മോഡിലേക്ക് ഒരു ബട്ടൺ ടാപ്പ് ചെയ്യുന്ന വഴി നമ്മൾ ടൈപ്പ് ചെയ്ത കാര്യം കുറച്ചുകൂടി ബെറ്റർ സെന്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആൻഡ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഗാലക്സി A എന്ന് പറയപ്പെടുന്നു. പക്ഷേ പുറകിലുള്ളത് ഗൂഗിളിന്റെ ജെമിനിയാണ്. ഇതൊന്നും ഇന്റർനെറ്റ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങളുടെ ഡിവൈസിന്റെ ഉള്ളിൽ തന്നെ പ്രോസസ് ചെയ്യാൻ പറ്റുന്ന കേപ്പബിലിറ്റി ഉണ്ട് എന്നും പറയുന്നു. ഈവൻ നമ്മൾ നേരത്തെ കണ്ട ഒരു ഫോട്ടോനെ കട്ടൗട്ട് ആക്കി മാറ്റുന്ന കാര്യം ഡയറക്റ്റ് സ്റ്റിക്കർ ആയിട്ടും സെൻഡ് ചെയ്യാം. അടുത്തത് A യൂസ് ചെയ്തിരിക്കുന്നത് ആൻഡ്രോയിഡ് ഓട്ടോയിലാണ്. ഇത് തൊട്ട് ഗാലക്സി ഫോണുകളിൽ ആൻഡ്രോയിഡ് ഓട്ടോ കുത്തുന്ന സമയത്ത് നിങ്ങൾക്ക് 1 UI ആയിരിക്കും ആൻഡ്രോയിഡ് ഓട്ടോയിൽ കാണുന്നത്. ഇനി ഒരു ലൊക്കേഷനിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരാൾ മെസ്സേജ് അയച്ചു വേറെ ലൊക്കേഷനാണ് തരുന്നതെങ്കിൽ ഡയറക്ട്ലി അതിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു ലൊക്കേഷനിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ ഗാലക്സി എയുടെ സഹായത്തോടു കൂടി സാധിക്കും. ഒരുപാട് മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇനി തൊട്ട് വോയിസ് റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ഗാലക്സി എയുടെ സഹായത്തോടു കൂടി ആ ഒരു റെക്കോർഡ് ചെയ്ത കാര്യം എന്താണ് എന്ന് ട്രാൻസ്ക്രിപ്റ്റ് അഥവാ ലെറ്റേഴ്സിൽ എഴുതി കാണിക്കുമെന്ന് മാത്രമല്ല, സ്പീക്കർ A, സ്പീക്കർ B 3-4 പേരാണ് സംസാരിക്കുന്നതെങ്കിൽ ആദ്യത്തെ ആൾ എന്തൊക്കെയാണ് സംസാരിച്ചത്, രണ്ടാമത്തെ ആൾ എന്തൊക്കെയാണ് സംസാരിച്ചത് എന്ന് വേർതിരിക്കാനും ഫൈനലി ഒരൊറ്റ ബട്ടൺ കൊണ്ട് ആ എൻറ്റയർ മീറ്റിംഗിൽ എന്താണ് നടന്നതെന്ന് സമ്മറൈസ് ചെയ്യാനായിട്ടും ഗാലക്സി A വഴി സാധിക്കും. ഇനി S Pen ഒക്കെ വെച്ച് നിങ്ങൾ നോട്ട്സ് സ്ക്രിബിൾ ചെയ്യുന്നവരാണെങ്കിൽ സ്ക്രിബിൾ ചെയ്യുന്ന സമയത്ത് വളഞ്ഞും തിരിഞ്ഞും ഒക്കെ പോകും നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ്. ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നേരെ ആ ഒരു ഹാൻഡ് റൈറ്റിംഗ് കുറച്ചുകൂടി മെച്ചപ്പെടുത്തും. ആൻഡ് നിങ്ങൾ പെട്ടെന്ന് എഴുതിയെടുത്തിരിക്കുന്ന നോട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു സമ്മറി ആയിട്ട് ആൾക്ക് അയക്കണമെങ്കിൽ ഗാലക്സി A വഴി ഒരു ബട്ടൺ യൂസ് ചെയ്ത് നിങ്ങൾക്ക് അതിനെ സമ്മറൈസ് ചെയ്ത് പെട്ടെന്ന് അയക്കാനായിട്ട് പറ്റും. അതിനുശേഷം ഗൂഗിളിന്റെയും സാംസങ്ങിന്റെയും പാർട്ട്ണർഷിപ്പിനെ കുറിച്ചായിരുന്നു സംസാരിച്ചത്. നോർമലി നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ബ്രൗസ് ചെയ്യുമ്പോൾ ഒരു ഫോട്ടോ കണ്ടു, അതിൽ ഈ ഒരു ബാഗ് ഏതാണ് എന്നറിയാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുന്നു, ഗൂഗിൾ ലെൻസിൽ പോകുന്നു, അത് അപ്ലോഡ് ചെയ്യുന്നു, ടാപ്പ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ് ഒഴിവാക്കി സർക്കിൾ ടു സെർച്ച് എന്ന് പറഞ്ഞ പുതിയൊരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ സോഷ്യൽ മീഡിയ സ്ക്രീനിൽ ഇരിക്കുമ്പോൾ തന്നെ ഹോം ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് എന്താണോ സെർച്ച് ചെയ്യേണ്ടത് അവിടെ ഒരു വട്ടം വരയ്ക്കുക. വട്ടം അല്ലെങ്കിൽ ജസ്റ്റ് സ്ക്രിബിൾ ചെയ്യുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് ആണെങ്കിൽ ഒരു വര വരച്ചു കഴിഞ്ഞാൽ അതെന്താണ് എന്ന് സെർച്ച് ചെയ്ത് തരും, ആ ഒരു സ്ക്രീൻ വിടാതെ തന്നെ. സാംസങ്ങിന് വേണ്ടി ഗൂഗിൾ ആയിട്ട് ഉണ്ടാക്കിയ ഒരു ഫീച്ചറാണ് എന്നുള്ള രീതിയിലാണ് പ്രസന്റ് ചെയ്യാൻ നോക്കിയതെങ്കിലും ഗൂഗിളിന്റെ പ്രസന്റേഴ്സ് ഫോർ എവറി ആൻഡ്രോയിഡ് ഫോൺ എന്ന് തന്നെയാണ് സംസാരിച്ചത്. ആൻഡ് ആ ഒരു ഇവന്റ് കഴിയാൻ കാത്തിരുന്നത് പോലെ ഇവന്റിന് ശേഷം ഗൂഗിളിന്റെ ഒഫീഷ്യൽ പേജിൽ ഗൂഗിളും പിക്സലുമായിട്ട് കൊളാബ് ചെയ്ത് ഒരു റീലും ഇട്ടിട്ടുണ്ട്, എങ്ങനെ നിങ്ങൾക്ക് സർക്കിൾ ടു സെർച്ച് എന്ന് പറഞ്ഞ ഫീച്ചർ യൂസ് ചെയ്യാമെന്ന്. സോ ഇത് ഒരു ഗാലക്സി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പരിപാടിയല്ല, എല്ലാവർക്കും സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ കിട്ടും. അതുപോലെ ഈ ഫോണിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒറ്റ സ്ഥലത്ത് നിന്ന് മാനേജ് ചെയ്യാൻ പറ്റും അഡ്വാൻസ് ഇന്റലിജൻസ് ടാബിൽ. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു AI പ്രോസസ്സിംഗ് ഫോണിൻ്റെ അകത്ത് വേണോ അതോ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്ത് ചെയ്യണോ എന്നുള്ളൊരു ഓപ്ഷനും നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇനി ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ പ്രോ വിഷ്വൽ എഞ്ചിൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്തവണ S23 അൾട്രയിലെ ക്യാമറാസിന് കാര്യമായിട്ടുള്ള മാറ്റമൊന്നുമില്ല. 12 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറ, 10 മെഗാ പിക്സൽ ഒരു 3x പോർട്രേറ്റ് ക്യാമറ, 200 മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി വൈഡ് ക്യാമറ ആൻഡ് 50 മെഗാ പിക്സലിന്റെ ഒരു 5x പോർട്രേറ്റ് ക്യാമറ. എയുടെ പ്രത്യേകത അവർ പറയുന്നത് നൈറ്റ് ടൈമിൽ നിങ്ങൾ ഫോട്ടോസ് എടുക്കുമ്പോൾ കുറച്ചുകൂടെ ഗ്രെയിൻസ് കുറവായിരിക്കും, ഈവൻ വീഡിയോസ് ഷൂട്ട് ചെയ്യുമ്പോഴും കുറച്ചുകൂടെ ഗ്രെയിൻസ് കുറവായിരിക്കും, ക്ലാരിറ്റി കൂടുതലായിരിക്കും എന്ന്. ഇനി ഈ ക്യാമറയിൽ എയുടെ സഹായത്തോടു കൂടി എടുക്കുന്ന ഈ ഒരു സെയിം ഔട്ട്പുട്ട് ഡയറക്ട്ലി നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ആപ്പിന്റെ ഉള്ളിൽ കൂടെയും സ്നാപ്ചാറ്റ് ആപ്പിന്റെ ഉള്ളിൽ കൂടെയും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഏറ്റവും ആദ്യമായി ഇൻസ്റ്റാഗ്രാമിൽ HDR ഫോട്ടോസ് കൊണ്ടുവന്നിട്ടുണ്ട് സാംസങ് ഗാലക്സി S24 ഡിവൈസിൽ.
ഇനി നമ്മൾ ഗൂഗിൾ പിക്സൽ ഫോണുകളിൽ കണ്ട പോലെ ഒരു ഫോട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് അലൈൻമെന്റ് മാറ്റിയാൽ ബാക്കിയുള്ള ബ്ലാങ്ക് സ്പേസ് ഓട്ടോമാറ്റിക്കലി എയുടെ സഹായത്തോടു കൂടി ഫില്ലാവും. ഒരു ഒബ്ജക്റ്റിനെ മാത്രം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് മൂവ് ചെയ്ത് വേറെ സ്ഥലത്ത് കൊണ്ടുവയ്ക്കാനായിട്ട് പറ്റും എയുടെ സഹായത്തോടു കൂടി. ഇനി ഓൾറെഡി നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീഡിയോനെ സ്ലോമോ ആക്കണമെങ്കിൽ AI എക്സ്ട്രാ ഫ്രെയിമുകളുടെ ഇടയിൽ ആഡ് ചെയ്ത് നിങ്ങൾക്ക് സ്ലോമോ വീഡിയോ ആക്കി തരും. അതിനുശേഷം മിസ്റ്റർ ബീസ്റ്റ് വന്നു ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കുറച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരാൻ. ആൻഡ് ഇത് കഴിഞ്ഞ് ആപ്പിളിന്റെ മണ്ടയ്ക്ക് ഒരു വലിയ ബോംബ് പൊട്ടിച്ചു. ഇനി തൊട്ട് എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളുടെയും എയർ ഡ്രോപ്പ് ആയിരിക്കും നമ്മുടെ സാംസങ്ങിന്റെ ക്വിക്ക് ഷെയർ. എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളിലും ക്വിക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല വിൻഡോസ് PCകളിൽ പോലും നിങ്ങൾക്ക് ക്വിക്ക് ഷെയർ ചെയ്യാം. പിന്നീട് അവരുടെ CPU ഇംപ്രൂവ് ആയി, NPU ഇംപ്രൂവ് ആയി, GPU ഇംപ്രൂവ് ആയി എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് പെർസെൻറ്റേജുകൾ കാണിക്കുന്നുണ്ടായി എങ്കിലും എയുടെ സഹായത്തോടു കൂടി ഗെയിമിങ്ങിൽ റേ ട്രേസിംഗ് കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിട്ടുണ്ട് എന്നും ഫോണിന്റെ അകത്തുള്ള വേപ്പർ ചേംബർ കൂളിംഗ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ആക്കിയിട്ടുണ്ട് എന്നും പറഞ്ഞു. ഈ ഫോണുകളിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസർ ഏതാണ് എന്നുള്ളതിനെ പറ്റി ഒരക്ഷരം ഇവന്റിൽ മിണ്ടിയില്ല. S24 Ultraയിൽ നിങ്ങൾക്കൊരു ഒക്ടാ കോർ പ്രോസറും S24 Plusൽ നിങ്ങൾക്കൊരു ഡെക്കാ കോർ പ്രോസറുമാണ് കാണിക്കുന്നത്. സോ S24 Ultraയിൽ നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആൻഡ് മറ്റ് 2 ഫോണുകളിൽ നിങ്ങൾക്ക് എക്സിനോസ് പ്രോസറാണ് ലഭിക്കുന്നത് ഇന്ത്യയിൽ. ആകെ കൂടി ഉള്ള ഒരു മാറ്റം S24 Ultraയിൽ നിങ്ങൾക്ക് 5000 mAh ബാറ്ററി കിട്ടുന്നു. കാരണം കുറച്ച് കൂടുതൽ നേരം ബാറ്ററി നിൽക്കുമെന്നാണ്. S24 Plusൽ 4900 mAh S24ൽ 4000 mAh ബാറ്ററിയുമാണ് ലഭിക്കുന്നത്. എല്ലാ ഫോണുകളുടെയും ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടുണ്ട്, 2600 nits വരെ ആക്കിയിട്ടുണ്ട്. S24 Ultraയിൽ മാത്രം നിങ്ങൾക്ക് ടൈറ്റാനിയം ആണ് ലഭിക്കുന്നത്. ബാക്കി S24 Plusൽ നിങ്ങൾക്ക് ആർമേർഡ് അലുമിനിയമാണ്. 3 ഫോണുകളുടെയും ഗ്ലാസുകൾ ഗൊറില്ല ഗ്ലാസ് ആർമറാണ്. പിന്നീട് സസ്റ്റൈനബിലിറ്റിയെ കുറിച്ച് സംസാരിച്ചു. റീസൈക്കിൾഡ് മെറ്റീരിയൽസ് യൂസ് ചെയ്താണ് ഫോൺ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈവൻ ബാറ്ററിക്കകത്ത് 50% കൂടുതൽ റീസൈക്കിൾഡ് കോബാൾട്ട് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈവൻ വരുന്ന പാക്കേജ് പോലും 100% റീസൈക്കിൾഡ് പേപ്പറിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞു. സോ ഇതാണ് S24 Ultra, S24 Plus. പ്രൈസുകൾ നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ S24 Ultra സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 1.3 lakhsലായിരിക്കും. S24 Plus ഏകദേശം 1 lakh, S24 80,000 rupeesനുമായിരിക്കും. കൂടാതെ S23 FEയുടെ പ്രൈസും കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഇമേജ് കണ്ടു കഴിഞ്ഞാൽ മുകളിൽ എഴുതിയിട്ടില്ല എങ്കിൽ ഏതാണ് S23 FE, ഏതാണ് S23, ഏതാണ് S24 എന്ന് ഒരു മനുഷ്യനും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിക്കാണ് ഡിസൈനുകൾ വർഷാവർഷം മാറിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന ഇവന്റിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ മറ്റ് ഡിവൈസുകൾക്കും ഈ വർഷത്തിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ വഴി കിട്ടും. S23 സീരീസിനും കിട്ടും, ഫ്ലിപ്പ് ഫോൾഡ് സീരീസിനും കിട്ടും, ടാബ് സീരീസുകൾക്കെല്ലാം തന്നെ ലഭിക്കും. ഇവന്റ് കഴിയുന്നതിന് മുന്നേ ഒരു ചെറിയ ഹിന്റ് സാംസങ് റിങ്ങിനെ പറ്റി കാണിച്ചു. ഹെൽത്ത് മെഷർ ചെയ്യാൻ പറ്റുന്ന ഇനി പുതിയൊരു ടെക്നോളജി സാംസങ് റിംഗ് ആണ് എന്നുള്ള രീതിയിൽ. ശുഭം.